ഇത്ര തിരക്കിട്ട്? സ്കൂളിൽ ഇന്ന് സ്വാതന്ത്ര്യദിനാഘോഷാണ്, അതിന് പോവുകയാണ്. അടുത്ത ആഴ്ച നമ്മുടെ നബിദിനമാണ്, വരൂലേ? നബീദിനം ബിദഅത്തല്ലേ? അപ്പൊ സ്വാതന്ത്ര്യദിനോ സുന്നത്താണോ? ചെയ്യേണ്ടത് നാം പഠിപ്പിക്കാത്തത്, കൽപ്പിക്കാത്തത്, നിയമമായി പഠിപ്പിക്കാത്തത്, മതത്തിന്റെ ഭാഗമായിട്ട് മതമാണെന്നും പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുവന്നാൽ റസൂലുള്ളയോടുള്ള ഹുബ്ബുള്ളവൻ ചെയ്യേണ്ടത് അതിനെ തള്ളിക്കളയുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മോശമായ പ്രവർത്തനം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, ഏറ്റവും മോശമായ പ്രവർത്തനം അല്ലാഹുവിന്റെ റസൂൽ മതമായി പഠിപ്പിക്കാത്ത കാര്യങ്ങളെ മതമാണെന്നും പറഞ്ഞ് ചെയ്യുന്ന പുതിയ കാര്യങ്ങളാണ് ഏറ്റവും മോശമായ പ്രവർത്തനം. ഈ ഉപദേശം കൊടുക്കാത്ത ഒരു ഖുതുബ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ കേട്ടില്ലേ? ഇന്നും കേട്ടില്ലേ? റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ നമ്മൾ പിൻപറ്റുക. അമ്മാ ബഅദ് ഫഇന്ന അസ്തഖൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹുദാ ഹുദാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ. ഒരു ഖുതുബ പോലും ഈ ഉപദേശം മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ചീഞ്ഞ പ്രവർത്തനം, ഏറ്റവും മോശം, അങ്ങനെ ശർറൽ ഉമൂർ, ഏറ്റവും മോശമായ പ്രവർത്തനം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തത്, മതമായിട്ട് പഠിപ്പിക്കാത്തത് മതമായിട്ട് നിങ്ങൾ ആചരിച്ചാൽ അതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വൃത്തികെട്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധ നമുക്ക് വേണം. അപ്പൊ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കലോ, നമ്മൾ ആഗസ്റ്റ് 15 അന്ന്, ഇപ്പൊ നാളെ അല്ലെ, ഇന്ന് ആഗസ്റ്റ് 14, നാളെ ആഗസ്റ്റ് 15 അന്ന് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊരു മതത്തിന്റെ ഒരു ഇബാദത്തായിട്ടല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതൊരു മതപരമായ ഒരു വിഷയമല്ല, ഒരു മതപരമായിട്ട് ആചരിക്കുന്ന ഒരു വിഷയമല്ല നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക എന്നുള്ളത്. അതൊരു രാജ്യത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ലൗകിക വിഷയം, അതൊരു ദുനിയവിയായ വിഷയം, അതൊരു സാമൂഹികപരമായ വിഷയം. അത് നമ്മൾ മതവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. എന്നാൽ ബർത്ത്ഡേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് അതൊരു മതപരമായ വിഷയമാണ്. അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടുണ്ടോ? സഹാബത്ത് ആഘോഷിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ താബിഈങ്ങൾക്ക് പരിചയമുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം ഇത് മതപരമായ ഒരു കാര്യമായതുകൊണ്ടാണ്. സ്വാതന്ത്ര്യം ആഘോഷിക്കുക എന്നുള്ളത് അത് മതപരമായ ഒരു വിഷയമല്ല, അത് ലൗകികമായ ഒരു വിഷയമാണ്. പക്ഷേ ആ സ്നേഹം എന്നുള്ളത് ഒരു ദിവസത്തിൽ മാത്രം ഒതുക്കേണ്ട ഒരു പരിപാടിയല്ല. ഇന്ന് സമൂഹത്തിൽ അതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ ഒരു ദിവസം മാത്രം വല്ലാത്തൊരു സ്നേഹം. ഇന്ന് റസൂലുള്ളാഹിന്റെ മൗലിദാണ്, റസൂലുള്ളാഹിന്റെ ജന്മദിനമാണ്. ആ റബീഉൽ അവ്വൽ മാസത്തിൽ 12-ാം തീയതി ആകുമ്പോ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അന്നത്തെ ദിവസം മാത്രം ആഘോഷിച്ച് റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ. നിസ്കാരമില്ല, നോമ്പില്ല, മറ്റുള്ള കാര്യങ്ങളില്ല, സക്കാത്തില്ല, ദിക്റുകളില്ല, സ്വലാത്തുകളില്ല, റസൂലുള്ളാഹി പഠിപ്പിച്ച ജീവിത രീതിയില്ല, വേഷങ്ങളില്ല, പുശാദികളില്ല, കേശാലങ്കാരങ്ങളില്ല, നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ റസൂലുള്ളാഹിയോടുള്ള ഹുബ്ബാണ് എന്ന് പറഞ്ഞിട്ട് ആ ദിവസത്തിൽ മാത്രം വല്ലാത്തൊരു സ്നേഹം പ്രകടിപ്പിക്കുന്നു. അത് ദീനല്ല. റസൂലുള്ളാഹിയോടുള്ള സ്നേഹം അത് ഒരു ദിവസത്തിൽ മാത്രം ഒതുക്കേണ്ട കാര്യമല്ല. അത് നമ്മുടെ നിത്യജീവിതത്തിൽ ടു സെറ്റ്, നമ്മുടെ മരണം വരെ, ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് നമ്മുടെ റൂഹ് വേർപിരിയുന്നത് വരെ എല്ലാ വിഷയത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ റോൾ മോഡൽ ആരായിരിക്കണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.